വിശ്വഹിന്ദു പരിഷത്തിൻ്റെ ഭീഷണിക്കൊന്നും വഴങ്ങുവാൻ അനിൽ കൊടിത്തോട്ടം തയ്യാറല്ല എന്ന് മാത്രമല്ല, അദ്ദേഹത്തിനൊപ്പം നിൽക്കുന്ന ആളുകൾ അദ്ദേഹത്തിൻ്റെ വാക്കുകളെ വളരെ വിലയേറിയ, വളരെ ക്രാന്തദർശിയായൊരു മനുഷ്യനാണ് അദ്ദേഹം. അദ്ദേഹത്തിൻ്റെ വാക്കുകൾ കേൾക്കാൻ കാതോർത്തിരിക്കുന്ന ആളുകൾ ഈ കമ്മ്യൂണിറ്റിയിലുണ്ട്, ഈ സമൂഹത്തിലുണ്ട്. കേരളത്തിലെ ഭൂരിപക്ഷ സമൂഹത്തിൻ്റെ പ്രതിനിധികളാണല്ലോ ഞങ്ങളൊക്കെ. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾക്ക് പ്രതികരിക്കാൻ കഴിയില്ല. അങ്ങനെ പ്രതികരിക്കുമ്പോൾ അനിൽ കൊടിത്തോട്ടം പറഞ്ഞതിലെ ശരികൾ നിങ്ങൾക്ക് വളരെ കൃത്യമായി ബോധ്യപ്പെട്ടതുകൊണ്ടാണ് ഉത്തരം മുട്ടിയപ്പോൾ നിങ്ങൾ പ്രതികരിക്കാൻ തയ്യാറായത്, അല്ലെങ്കിൽ ഭീഷണിപ്പെടുത്താൻ തയ്യാറായത് എന്നാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത്. ഞങ്ങളുടെ സഹോദരൻ്റെ മണ്ടയ്ക്ക് കുതിര കയറാൻ വന്നാൽ ഞങ്ങൾക്ക് പ്രതികരിക്കാതിരിക്കാൻ കഴിയില്ല. ഞങ്ങൾക്ക് പ്രതികരിക്കാതിരിക്കാൻ കഴിയില്ല. അതാണ് ഇപ്പോൾ നിങ്ങൾ ഈ അനിൽ കൊടിത്തോട്ടത്തിനെയൊക്കെ ഭീഷണിപ്പെടുത്തുമ്പോൾ അതിൻ്റെ പിന്നിലെ യാഥാർത്ഥ്യമൊക്കെ ഞങ്ങൾക്കറിയാം. നിങ്ങളുടെ സർക്കാരാണ് കേന്ദ്രം ഭരിക്കുന്നതെന്നും നിങ്ങൾക്ക് സ്വാധീനമുള്ള, നിങ്ങൾക്ക് നേരിട്ട് ഇടപെടാൻ പറ്റുന്ന ആഭ്യന്തര വകുപ്പാണ് കേരളത്തിലുള്ളത് എന്ന് ഞങ്ങൾക്കറിയാം. ഞങ്ങളുടെ സമൂഹം ഉണർന്നുപോയി. ഞങ്ങളെ സാമൂഹ്യപരമായി നിങ്ങളൊന്നും അംഗീകരിച്ചിട്ടില്ല. ഇപ്പം അതിനൊരു ഉദാഹരണം കൂടെ ഞാൻ പറഞ്ഞു. ഞങ്ങളെ സാമൂഹ്യപരമായി ഈ ദളിത് ഹിന്ദുക്കളെ, പട്ടികജാതി ഹിന്ദുക്കളെ, കേരളത്തിലെ ഹൈന്ദവരായിട്ടുള്ള അനിൽ വിളയിൽ ഉൾപ്പെടുന്ന നായർ ബ്രാഹ്മണിസ വിഭാഗങ്ങൾ ഒന്നും ഇവിടെ ഞങ്ങളെയൊന്നും അംഗീകരിച്ചിട്ടില്ല. രാഷ്ട്രീയപരമായി ഞങ്ങളുടെ വോട്ട് വാങ്ങാൻ വേണ്ടി നിങ്ങൾ ഹൈന്ദവ സമൂഹം എന്ന് പറഞ്ഞ് ഞങ്ങളെ ചേർത്ത് വെച്ചിരിക്കുന്ന സാമൂഹ്യപരമായി ഞങ്ങൾ അംഗീകരിച്ചു. ഞങ്ങളുടെ സഹോദരൻ മറ്റൊരു മതത്തിൽ പെട്ടതാണെന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്താനും വിരട്ടാനും ഒക്കെ നോക്കിയാലുണ്ടല്ലോ, ഞങ്ങൾ അതിനെ സംരക്ഷിക്കാൻ തയ്യാറാവും. കാലാകാലങ്ങളായി കേരളത്തിലെ വിവിധ രാഷ്ട്രീയ പാർട്ടികൾ മതം പറഞ്ഞും രാഷ്ട്രീയം പറഞ്ഞും ഞങ്ങളുടെ സമൂഹത്തിൽ, ഞങ്ങളുടെ തദ്ദേശീയരാണ്, ഞങ്ങൾ ഈ നാട്ടുകാരാണ്, തദ്ദേശീയ സമൂഹത്തിൽ നിന്നും മറ്റൊരു മതവിശ്വാസം സ്വീകരിച്ച ഞങ്ങളുടെ സമൂഹത്തിൽപ്പെട്ട ആളുകളെ പരസ്പരം ബദ്ധശത്രുക്കളാക്കി നിർത്തുവാൻ വേണ്ടി, നിങ്ങൾക്ക് രാഷ്ട്രീയ അധികാരം പിടിക്കുവാൻ വേണ്ടി, ഹിന്ദു ഭൂരിപക്ഷം പറഞ്ഞ അധികാരം പിടിക്കുവാൻ വേണ്ടി നിങ്ങൾ ഞങ്ങളുടെ സമൂഹത്തെ, ഹിന്ദു വിഭാഗത്തിൽ നിൽക്കുന്ന സഹോദരന്മാരെ നിങ്ങളുടേതാണെന്ന് തെറ്റിദ്ധരിപ്പിക്കുകയും അധികാരത്തിന്റെ പങ്ക് കൊടുക്കാതിരിക്കുകയും ചെയ്യുന്നുണ്ട്. എന്നിട്ട് മറിച്ച് ഇവരാണ് നിങ്ങളുടെ സമ്പത്ത് തട്ടിക്കൊണ്ടുപോകുന്നത് തെറ്റിദ്ധരിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് ഇനി മുതൽ ഞങ്ങൾക്ക് ഞങ്ങളുടെ കമ്മ്യൂണിറ്റിയിൽ, ഞങ്ങളുടെ സൊസൈറ്റിയിൽ, ഞങ്ങളുടെ സമൂഹത്തിൽ ഞങ്ങൾക്കിനി മതം ഒരു പ്രശ്നമല്ല. ഞങ്ങൾക്ക് മതം ഒരു പ്രശ്നമല്ല. ഞങ്ങൾ തദ്ദേശീയരാണ്. ഞങ്ങൾ വിവിധ മതങ്ങളിലായി കിടക്കുന്നുണ്ട്. ഞങ്ങൾ ഹിന്ദു മതത്തിലും ബുദ്ധമതത്തിലും അതുപോലെ തന്നെ ക്രൈസ്തവ മതത്തിലുമായി ഞങ്ങൾ കിടക്കുന്നുണ്ട്. ഞങ്ങളുടെ ഇടയിൽ സാഹോദര്യം വർദ്ധിപ്പിക്കാൻ തന്നെയാണ് ഞങ്ങളുടെ തീരുമാനം. ഇനി നിങ്ങൾക്ക് വേണ്ടി പരസ്പരം മല്ലടിക്കാനും പോരടിക്കാനും ഞങ്ങൾ തയ്യാറല്ല എന്ന് മാത്രമല്ല, ഇനി അനിൽ കൊടിത്തോട്ടത്തിനെ പോലെയുള്ള ഞങ്ങളുടെ സമൂഹത്തിലെ ബുദ്ധിജീവികളെ, ബുദ്ധിരാക്ഷസന്മാരെ അങ്ങനെ നിങ്ങൾ എതിർക്കാനാണ് ശ്രമിക്കുന്നതെങ്കിൽ, അങ്ങനെ വകവരുത്താനാണ് ശ്രമിക്കുന്നതെങ്കിൽ